ഹായ്, ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ്. നമ്മൾ വിഷു ആയതുകൊണ്ട് വിഷുവിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്, വിഷുക്കോടി എടുക്കാൻ പോവുകയാണ്. ആദ്യം വിചാരിച്ച ഡ്രസ്സ് എടുക്കണ്ടാന്ന്, ഇവിടെ പിന്നെ അങ്ങനെ വിഷു ഒന്നും സെലിബ്രേറ്റ് ചെയ്യണില്ലല്ലോ, അപ്പോൾ ഡ്രസ്സ് എടുക്കണ്ട വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വിഷു അല്ലേ, എന്തായാലും ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോവുകയാണ്. നമ്മൾ നെസ്റ്റോയ്ക്കാണ് കേട്ടോ വിഷുവിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന. കൂടുതലും ഇങ്ങനെയുള്ള മാളിൽ പോയിട്ട് തന്നെയാണ് ഡ്രസ്സ് എടുക്കാറ്. ഇവിടെ അതിനങ്ങനെ പ്രത്യേകിച്ച് ഷോപ്പൊന്നും ഇല്ല തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ മാളിലെത്തി, മുകളിലാണ് ഡ്രസ്സിൻ്റെ സെക്ഷൻ വരുന്നത്. അത് നമ്മൾ മുകളിലേക്ക് പോയി ട്രോളിയൊക്കെ എടുത്തിട്ട് പ്രത്യേകിച്ച് വലിയ കളക്ഷനൊന്നുമില്ല, സാധാ ഡ്രസ്സുകൾ, സാധാ നോർമൽ ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വല്ലാണ്ട് ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെറ്റാണ്. അതിൽ 2-3 കളറ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് ഇട്ടത് കുറച്ച് ടൈറ്റ് ആയിരുന്നു, രണ്ടാമതിട്ടത് പാകമായിരുന്നു, മൂന്നാമത്തത് കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി കളർ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് 3 അല്ല, ഞാൻ ഈ ഒരു കളറാണ് എടുത്തത്. പിന്നെ മോൾക്കൊരു ക്ലോത്ത് ഡയപ്പറും വാങ്ങി. അങ്ങനെ 1-2 നമുക്ക് അധികം പർച്ചേസ് ചെയ്യാൻ നേരം ഉണ്ടായിരുന്നില്ല, കാരണം നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ റൂമിത്തൊരു ചേട്ടൻ്റെ. അപ്പോൾ അങ്ങോട്ട് പോകാണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഈ ഡ്രസ്സാണ് കേട്ടോ എടുത്തത്, ഈ 2 കൂട്ടെടുത്ത്. ഇത് നല്ല ഭംഗിയില്ലേ. പിന്നെ അവിടെ ചെന്ന് എന്തായാലും മോൾക്ക് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങണം, അത് നിർബന്ധമാണ്. പിന്നെ അങ്ങനെ ഷൂവിനൊക്കെ ഓഫറുണ്ട്, ചപ്പലിനൊക്കെ ഓഫറുണ്ട് കണ്ടപ്പോൾ അതൊക്കെ നോക്കി. കുട്ടികളുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഒക്കെ ഒരേപോലെ തോന്നി എനിക്ക് എല്ലാതും. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് വേഗം ഇറങ്ങി. കേക്ക് വാങ്ങണമായിരുന്നു, കേക്ക് വാങ്ങാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് വാങ്ങാൻ നിന്നപ്പോൾ കുറേ ഐറ്റംസ് കണ്ടപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് പിന്നെ നമ്മൾ വേഗം അവിടെ റൂമിലേക്ക് പോന്നു. കാരണം ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നല്ലോ, നമ്മുടെ റൂമിലത്തെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ. പിന്നെ അവിടെ അങ്ങനെ ഫംഗ്ഷനൊക്കെ നടത്തി. പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, പിറ്റേ ദിവസം വിഷു ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അധികം അവിടെ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, വേഗം പോന്നു. കാരണം അതിൻ്റെ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അനീഷേട്ടൻ നട്ടോ ചേട്ടൻ്റെ പേര്. അപ്പോൾ അനീഷേട്ടൻ നമുക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടമൊക്കെ തന്നിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വേഗം ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി അങ്ങനെ റൂമിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ.